മാംഗല്യസൂത്രം ഭാഗം 15. ആ വീഡിയോ കണ്ടതും എല്ലാവരും ഞെട്ടി. വാസുദേവൻ വിയർത്തൊഴുകി. അയാൾ ദേഷ്യത്തോടെ മാളുവിനെ അടിക്കാൻ കയ്യോങ്ങിയതും കാശി തടഞ്ഞു. മതി, നിർത്ത്. ഇനിയും എൻ്റെ മുമ്പിൽ നിങ്ങൾ അഭിനയിക്കണ്ട. ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നത് എന്ന് കാശി പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കാശിയുടെ വീട്ടുകാർ ഞെട്ടി നിൽക്കുകയാണ്. മോനെ, എന്താ നീ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്താ? കാശിയുടെ അച്ഛനാണത് ചോദിച്ചത്. എല്ലാം പറയാച്ചാ, ഇവരെല്ലാവരും കൂടി നമ്മളെ ചതിക്കുകയായിരുന്നു. ഈ മാളവികയ്ക്ക് കല്യാണത്തിന് മുന്നേ ഒരു പ്രണയം ഉണ്ടായിരുന്നു. കല്യാണത്തിന് മുമ്പ് മാത്രമല്ല, ഇപ്പോഴും ഉണ്ട്. എൻ്റെ താലി കഴുത്തിൽ അണിഞ്ഞതിന് ശേഷവും അത് തുടർന്ന് കൊണ്ടുവന്നു. ഇതിനെപ്പറ്റി ഇവളുടെ വീട്ടുകാർക്ക് അറിയായിരുന്നു. ഈ ബന്ധം ഇവള് കല്യാണത്തിന് മുമ്പേ ഇവരോട് പറഞ്ഞതായിരുന്നു. പക്ഷേ അതിവർ സമ്മതിച്ചില്ല. കാരണം നമ്മളോട് അവളോടുള്ള സ്നേഹം കൊണ്ടല്ല, എൻ്റെ പണം അത് കണ്ടിട്ടാ. എൻ്റെ പണം അത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. സത്യങ്ങൾ അറിഞ്ഞിട്ടും ഇവളെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിച്ചു. ഇവൾക്കെങ്കിലും എന്നോട് എല്ലാം തുറന്നു പറയാമായിരുന്നു. പക്ഷേ അതിന് ഇവൾക്ക് കഴിഞ്ഞില്ല. കാരണം ഇവരതിനു മുന്നേ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. അതിന് കാരണം ഈ കല്യാണം നടന്നില്ലെങ്കിൽ നമ്മുടെ സ്വത്തുക്കളോ പണമോ ഇവർക്ക് കിട്ടില്ലല്ലോ. എന്തായാലും സത്യങ്ങളൊക്കെ പറഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ മാളു അവൻ്റെ കാമുകനോടൊപ്പം പോയിട്ട് നമ്മൾ നാണം കെട്ടേനെ. നിൻ്റെ പെണ്ണാണെന്ന് ചെറുപ്പം തൊട്ട് പറഞ്ഞ് എൻ്റെ ഉള്ളിലൊരിഷ്ടം ഉണ്ടായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ ഈ കല്യാണത്തിനെ സമ്മതിക്കില്ലായിരുന്നു. ഇതെല്ലാം കേട്ടതും കാശിയുടെ അമ്മയ്ക്ക് സഹിക്കാനായില്ല. സ്വന്തം ഏട്ടൻ തന്നെ ചതിക്കുകയായിരുന്നു എന്നത് അവൾക്ക് ചിന്തിക്കാനായില്ല. ഇടയ്ക്കിടയ്ക്ക് പണം വന്ന് ചോദിക്കുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്നേഹത്തിൻ്റെ പുറത്ത്. തൻ്റെ ഏട്ടനല്ലേ എന്ന് കരുതി. പക്ഷെ ചതിക്കുകയായിരുന്നു ഞങ്ങൾ. പണം അതായിരുന്നു വേണ്ടത്. മതി, ഇനി ഒരു ഏട്ടനനുജത്തി ബന്ധം വേണ്ട. കാശിയുടെ അമ്മ പറഞ്ഞു തുടങ്ങി. എല്ലാവരും ഇപ്പോൾ ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഇനി നമ്മൾ തമ്മിലൊരു ബന്ധവും വേണ്ട. ചോദിക്കുമ്പോൾ പണം തന്ന ഞാനും എൻ്റെ വീട്ടുകാരും മണ്ടി. ഇനി എനിക്കിങ്ങനെ ഒരു ഏട്ടനില്ല. എൻ്റെ കുഞ്ഞിനെ ചതിച്ച നിങ്ങളുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. ഇവളെ കൂട്ടി ഇപ്പം ഇറങ്ങിക്കോ ഇവിടുന്ന്. ഇവൾക്ക് ഞങ്ങൾ വാങ്ങിക്കൊടുത്തതൊന്നും പണവും സ്വർണവും ഒക്കെ നിങ്ങളെടുത്തോ. എന്നിട്ട് ഇറങ്ങിക്കോ. ഇവളെപ്പോലെ ഒരുത്തിയെ എൻ്റെ മകന് വേണ്ട. ഇവളേക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടും എൻ്റെ മോന്. അത് പറഞ്ഞ് തീരുമ്പോഴേക്കും ആ അമ്മ പൊട്ടിക്കരഞ്ഞു പോയി. അത് കണ്ടു നിന്ന് കാശിയുടെ അച്ഛനും സാക്ഷിയും അമ്മയെ സമാധാനിപ്പിച്ചു. ഇതെല്ലാം കേട്ടിട്ടും വസുദേവൻ കാശിയുടെ അടുത്ത് വന്ന് കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയില്ലേ നിങ്ങൾ. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം. തൊട്ടുപോകരുത് നിങ്ങൾ. എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. അച്ഛനും മകളും എല്ലാവരും ഇപ്പം ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഇനി മകളെ കെട്ടിച്ചു കൊടുക്ക്, അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ. അല്ലാതെ ഇനി വേറെ ആരുടെയും ജീവിതം നശിപ്പിക്കരുത്. നിങ്ങളെൻ്റെ അമ്മേൻ്റെ സഹോദരനായിപ്പോയി. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളിപ്പോൾ വെറുതെ വിടുന്നത്. ഇല്ലെങ്കിൽ കാശിയെ ചതിച്ചവരെ ഒരിക്കലും വെറുതെ വിടില്ല. അറിയാലോ എൻ്റെ സ്വഭാവം. ഇനി ഈ പടി കയറിപ്പോകരുത്. എൻ്റെ കൺമുമ്പിൽ പോലും വന്നു പോകരുത്. ഡിവോഴ്സ് നോട്ടീസ് ഉടൻ തന്നെ വരും, അത് സൈൻ ചെയ്തേക്ക്. അതും പറഞ്ഞ് കാശി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇതെല്ലാം കേട്ടിട്ടും കണ്ടിട്ടും മാളുവിനൊരു സങ്കടം ഉണ്ടായില്ല. പുറത്ത് കാണിച്ചില്ലെങ്കിലും അവൾ ഉള്ളുകൊണ്ട് സന്തോഷിച്ചു. ഇനി വൈശാഖൊത്ത് ജീവിക്കാലോ എന്നതിൽ. അങ്ങനെ അവളുടെ ഡ്രസ്സും കാശ് കൊടുത്ത താലി തൊട്ട് മുഴുവൻ സ്വർണവും കൊണ്ട് അവർ അവിടെ നിന്നും ഇറങ്ങി. അവളുടേതായി ആ വീട്ടിലൊന്നും അവശേഷിപ്പിച്ചില്ല. മാളു അവളുടെ വീട്ടിലെത്തിയതും വസുദേവൻ അവളുടെ കയ്യിലെ മുഴുവൻ സ്വർണവും അവളുടെ അക്കൗണ്ടിലെ ക്യാഷും വാങ്ങിച്ചു. ഈ ബന്ധം തകർന്നതിനാൽ അയാൾക്ക് സങ്കടമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇനി അയാൾ വിചാരിച്ചതുപോലെ പണം കിട്ടില്ലല്ലോ, സ്വത്തുക്കൾ കിട്ടില്ലല്ലോ എന്നോർത്ത് മാത്രമായിരുന്നു അയാൾക്ക് നിരാശ. വാസുദേവൻ പറഞ്ഞു തുടങ്ങി, ഇനി നീ കെട്ടിക്കോ നിൻ്റെ വൈശാഖിനെ. നമുക്ക് കല്യാണം നടത്താം. ഡിവോഴ്സൊക്കെ ഒന്ന് കഴിയട്ടെ. പണമായിരുന്നു എൻ്റെ ലക്ഷ്യം. കാശിയെ നീ കെട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും പണവും സ്വർണവും എനിക്ക് കിട്ടില്ലായിരുന്നു. മതി, ഇത്ര മതി. ആദ്യം ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു. ഇപ്പോഴുമായി ഞാൻ കുറേ അവരുടെ നിന്ന് വാങ്ങി സമ്പാദിച്ചു. ഞാൻ മുന്നേ വിചാരിച്ചതാ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമെന്നൊക്കെ. സാരല്ല, എനിക്ക് വേണ്ടതൊക്കെ ഞാൻ കൈക്കലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞയാൾ പൊട്ടിച്ചിരിച്ചു. എന്നാൽ മറിച്ച് കാശിയുടെ വീട് മരണ വീട് പോലെയായിരുന്നു. ഈ കഴിഞ്ഞതെല്ലാം അവർക്ക് വിശ്വസിക്കാനായില്ല.
പിന്നെ എല്ലാവരും ഒന്ന് നിശ്വസിച്ചു. അപ്പോഴാണ് സാക്ഷി പറയുന്നത്, ഇനി അതോർത്ത് ആരും ഇരിക്കണ്ട. നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നാൽ ഏട്ടനത് സഹിക്കാനാവില്ല. നമ്മളല്ലേ ഏട്ടനെ സപ്പോർട്ട് ചെയ്യണ്ടേ. ഈ അവസ്ഥയൊക്കെ ഒന്ന് മാറട്ടെ, ഏട്ടൻ്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആവട്ടെ, എന്നിട്ട് നമുക്ക് നല്ലൊരു കുട്ടിയെ കണ്ടുപിടിച്ച് കെട്ടിക്കാം. എന്തേ, ഓക്കെ അല്ലേ എല്ലാവർക്കും? എല്ലാവരും ഇനി ഒന്ന് ചിരിച്ചേ. ഇനി നമ്മൾ ഏട്ടൻ്റെ മുമ്പിൽ സങ്കടമായിട്ടൊന്നും ഇരിക്കരുത്, നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. എന്നാലേ ഏട്ടൻ്റെ മനസ്സൊക്കെ ഒന്ന് മാറൂ. അങ്ങനെ എല്ലാവരും പതിയെ അതൊക്കെ മറന്നു തുടങ്ങി. ഡിവോഴ്സൊക്കെ പെട്ടെന്ന് റെഡിയായി. ഇതിനിടയ്ക്ക് മാളുവിൻ്റെയും വൈശാഖിൻ്റെയും വിവാഹം കഴിഞ്ഞു. കാശിയോട് വിവാഹകാര്യം പറഞ്ഞെങ്കിലും അവൻ സമ്മതിച്ചില്ല. അവന് വിദേശത്തേക്ക്, അവൻ്റെ ബിസിനസ് ലോകത്തേക്ക് അവൻ മടങ്ങിപ്പോയി. തുടരും.